ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ സീലിങ്ങിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ? ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു ഗ്രീൻ ഫോം ഷീറ്റാണ്. അതിൽ ഒരു ലീഫിന്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കാം. ഇനി നമുക്ക് ആ ലീഫ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ലീഫ് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ ലീഫ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രെയിമിന് ആവശ്യമായിട്ടുള്ള ഒരു സർക്കിൾ ഷേപ്പാണ് ഞാൻ ഇവിടെ എത്തിക്കുന്നത്. ഇത് മെറ്റൽ ആണ്. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മീഷോ എന്നാണ്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഡിഫറെന്റ് സൈസസിൽ വരുന്ന 10 റിങ്സ് ഉണ്ട് കേട്ടോ ഒരു സെറ്റിൽ. അതിൽ ഏറ്റവും ലാർജ് സൈസാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ലീഫും നമുക്ക് ഈ റിങ്ങിന്റെ ബാക്ക് സൈഡായിട്ട് ഒട്ടിക്കാം. ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ക്രാഫ്റ്റ് മൊത്തം ചെയ്യുന്നത്. ഓരോ ലീഫും കമ്പി കവർ ചെയ്യുന്ന രീതിക്ക് വേണം ഒട്ടിക്കാൻ. അങ്ങനെ റിങ്ങിന്റെ ബാക്ക് സൈഡ് മൊത്തം ഞാൻ ലീഫായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റോസസ് ആണ് വേണ്ടത്. ഇതും സെയിം ഫോം പേപ്പർ ഫ്ലവേഴ്സ് ആണ്. ഒരു പാക്കറ്റിൽ 50 പീസസ് വരുന്ന റെഡിമെയ്ഡ് ഫോം ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇത് ഞാൻ ടെമോന്നാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് കയറി വാങ്ങാം. ഇനി എല്ലാ ഫ്ലവേഴ്സും വയറിന്റെ ഫ്രണ്ടിൽ കവർ ആവുന്ന രീതിക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാ ഫ്ലവേഴ്സും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഹാങ്ങിങ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി ഈരയാണ് എടുക്കുന്നത്. ഇനി ഇത് ഡിഫറെന്റ് സൈസസിലായി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്നില്ലെങ്കിൽ ബീഡ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പേൾസ്. ഞാനിവിടെ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ബീഡ്സിനെ ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഹോട്ട് ഗ്ലൂ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഈര പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതേപോലെ ത്രെഡിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് ബാക്കിയുള്ള ബീഡ്സും കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ എൻഡിൽ നമുക്കൊരു ഫ്ലവർ ആഡ് ചെയ്യണം. അത് ഈര് ഡയറക്റ്റ് കയറില്ല. അതിന് നമുക്കൊരു മെഷീൻ നീഡിൽ യൂസ് ചെയ്തിട്ട് കയറ്റാം. വീഡിയോയിൽ കാണുന്ന പോലെ ഈരനെ ആദ്യം നീഡിലുള്ളിൽ കയറ്റിയിട്ട് പിന്നെ നമുക്ക് ഫ്ലവറിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഈ ത്രെഡ് നമുക്ക് ഫ്ലവറിന്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പൊ ഈസി ആയിട്ട് ആ ഫ്ലവറിന്റെ ഉൾപ്പെടെ ത്രെഡ് വന്നു. ഇനി ഇത് നമുക്കൊന്ന് ലോക്ക് ചെയ്യാം. അതിനായിട്ട് ഒരു ബീഡ് കൂടി ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ട് ഹോട്ട് ഗ്ലൂ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം ആ ബീഡൊന്ന് കവർ ചെയ്യാം. അതിനായിട്ട് ആ ഫ്ലവറിന്റെ ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ത്രെഡ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മുടെ ഹാങ്ങിങ് ഉണ്ടാവുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഹാങ്ങിങ്സ് ഞാനിവിടെ ഡിഫറെന്റ് സൈസസിലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ എല്ലാ ഹാങ്ങിങ്സും ഈ റിങ്ങിന്റെ ചുറ്റോറം കെട്ടിക്കൊടുക്കാം.
അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഹാങ്ങിങ് ഇതാ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിൽ ഇതേപോലെ ഓരോ ഹാങ്ങിങ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാ ഹാങ്ങിങ്സും ഇതിൽ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇത് ഹാങ് ചെയ്തിടണമല്ലോ, അപ്പോൾ അതിനൊരു ലൂപ്പ് ഉണ്ടാക്കാം. അതിനിതാ സെയിം ഈല തന്നെ യൂസ് ചെയ്തിട്ട് 4 സൈഡിൽ നിന്നും ഈക്വലായിട്ട് ത്രെഡ് വലിച്ച് കെട്ടാണ്. അങ്ങനെ നമ്മുടെ സീലിംഗ് ഹാങ്ങിങ് ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്കാണിത്. സംഭവം ഉണ്ടാക്കാൻ വളരെ എളുപ്പവും അതേപോലെ ഹാങ് ചെയ്തിടുമ്പോൾ നല്ല ക്യൂട്ടായിട്ടും തോന്നും. അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.